ഇന്നൊരു ഞായറാഴ്ച ദിവസമല്ലായിരുന്നു. അപ്പോൾ എല്ലാ ഞായറാഴ്ച ദിവസവും ഞങ്ങളെ കൃഷിത്തോട്ടത്തിൽ ചെറിയൊരു വിളവെടുപ്പ് അതിൻ്റെ ഒരു കച്ചവടമൊക്കെ ഞാൻ നടത്തുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ പോയി തോട്ടത്തിലേക്ക്. അപ്പോൾ ഞാൻ ആദ്യം വീട്ടാവശ്യത്തിലേക്ക് കുറച്ച് മുളക് പറിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആദ്യം പോയത്. അപ്പോൾ കുറച്ച് മുളക് പറിച്ചപ്പോൾ തന്നെ എനിക്ക് ആവശ്യത്തിനുള്ള മുളക് അതിനകത്ത് നിന്ന് കിട്ടി. അപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബാക്കിയുള്ള പച്ചമുളക് ചെടിയിലെല്ലാം മുളക് ഇഷ്ടംപോലെ വിളഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഇതിനകത്ത് നിന്ന് ഏകദേശം ഒരു 2 കിലോ പച്ചമുളക് ഇതിനകത്ത് നിന്ന് ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കരുതി എന്തായാലും ഇന്ന് മെനക്കെടാം, ആ മുളക് മൊത്തം പറിച്ചെടുക്കാമെന്ന് കരുതി ഞാൻ മുളക് പറിച്ചു. അങ്ങനെ ഇന്നും എനിക്ക് ഏകദേശം ഒരു 2 കിലോളം പച്ചമുളക് കിട്ടി. അപ്പം നമ്മുടെ ഇന്ന് പച്ചക്കറി വാങ്ങുന്ന ആളുകൾക്കൊക്കെ ഇന്ന് മുളകും അതേ കണക്ക് തന്നെ ചീരയൊക്കെ എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതൊരു വെറൈറ്റി ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട മുളകാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നല്ല രീതിയിൽ കായ്ഫലമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വളപ്രയോഗമൊന്നും ഞാൻ ഈ മുളകിന് ചെയ്യാറില്ല. വല്ലപ്പോഴും നീറ്റുകക്കയുടെ കുമ്മായോ അല്ലെങ്കിൽ മുട്ടത്തോട് പൊടിച്ചതോ ഒക്കെ ഞാൻ വിതറി കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു ചീരയുടെ ഇടവിളയായിട്ടാണ് ഞാൻ ഈ പച്ചമുളക് നട്ടേക്കുന്നത് കേട്ടോ. അപ്പം ചീരയ്ക്ക് ചെയ്യുന്ന വളങ്ങൾ സ്ലറി ആയാലും ജൈവ സ്ലറി ആയാലും കമ്പോസ്റ്റ് വളമായാലും ഒക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്ക് ഇതും കുറച്ച് ആ വളങ്ങൾ വലിച്ചെടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. എന്നാൽ പിന്നെ നല്ല രീതിയിൽ അതിനകത്ത് പച്ചമുളക് ഇപ്പം പിടിക്കുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും എനിക്കൊരു ആഴ്ചയിൽ എങ്ങനെയായാലും ഒരു 2 കിലോ പച്ചമുളക് എനിക്ക് ഇതിനകത്ത് നിന്ന് പറിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോഴും നമ്മൾ എന്ത് കൃഷി ചെയ്താലും അതിന് അനുയോജ്യമായിട്ടുള്ളൊരു ഇടവിള കൃഷിയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് ഒരു എക്സ്ട്രാ വരുമാനം കിട്ടും കേട്ടോ. അതാണ് ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്.